നല്ല താളി, നല്ലത് ആളി, ആളി എന്നാൽ തോഴി. ക അതിലോല, ക ആരാണ് അതിലോല അതിസുന്ദരി? ഈ കാണുന്ന ചിത്രത്തിലെ കർണത്തിന്റെ വർഗം അതിന്റെ പാദത്തിന്റെയും ലംബത്തിന്റെയും വർഗത്തിന്റെ തുകയ്ക്ക് തുല്യമാണ്. വില്യം വേർഡ്സ്വർത്തിന്റെ കവിത. I wandered lonely as a cloud that floats on high over valleys and hills. ഒന്നുകൂടെ പറയാ. ക എന്നാൽ ആരാണ് അതിലോല അതിസുന്ദരി, നല്ല താളി, നല്ല ആളി. ഇതിന്റെ പരിപൂർണമായ അർത്ഥം നല്ല സുന്ദരി എന്ന ഉണ്ണായി വാര്യരുടെ ചോദ്യത്തിന് കുഞ്ചൻ നമ്പ്യാർ നൽകിയ മറുപടിയാണ് നല്ല തോഴി. ഇതെവിടെ സാർ സംഭവിച്ചേ? കുളിക്കടവില്. ഇതന്നല്ലേ ഇത്രയും നേരം ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞത്. ഉണ്ണായി വാര്യരും കുഞ്ചൻ നമ്പ്യാരും കുളിക്കാൻ പോയപ്പോ അവർ കുളിക്കടവിൽ വെച്ച് സംസാരിച്ചതാണിത്. സാറേ, ഈ രാജകുമാരികളും സുന്ദരിയാണോ തോഴി? പ്രിയംവദയും അനസൂയയും ഇല്ലാതെ ശകുന്തള ഇല്ല എന്നാണ് അഭിജ്ഞാന ശാകുന്തളത്തിൽ കവി കാളിദാസൻ പറഞ്ഞിട്ടുള്ളത്. രാജകുമാരിയെ പോലെ തന്നെ നായകമാരില്ലാതെ പ്രണയമില്ല, പ്രണയ കഥകളില്ല. ലൈലയ്ക്ക് മജ്നുവിനോടും ജൂലിയറ്റിന് റോമിയോനോടും പ്രണയം തോന്നിയത് കൊണ്ട് മാത്രമാണ് വിഖ്യാതമായ ഈ കഥകൾ ഉണ്ടായത്. പ്രണയത്തിന് വേണ്ടി ത്യാഗം ചെയ്തവർ ചരിത്രത്തിൽ അനേകമാണ്. കാതറുത്ത് കാമുകിക്ക് നൽകിയ മഹാനായ ചിത്രകാരൻ വാൻഗോ ഇതിനുദാഹരണമാണ്. ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, എന്താണ് കവി? ശരിയാണ്, നായികയില്ലാത്തൊരു കഥയും ചരിത്രവും ഈ ലോകത്തുണ്ടായിട്ടില്ല. നായികയുടെ മനസ്സിലെ പ്രണയം നായകൻ അറിയുന്നത് വരെ മനസ്സിലൊരു വിങ്ങലാണ്. കണക്കിന്റെ ഇടയിലാണോ ടീച്ചറെ പ്രണയം? ശരിയാണ്. എന്നാൽ നമുക്ക് അടുത്ത പ്രോബ്ലം സോൾവ് ചെയ്യാം. അടുത്തത് സമപാർശ്വ ത്രികോണം. ടീച്ചറെ, ഭക്ഷണം കഴിക്കാനായില്ലേ? കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചോളാം. ടീച്ചറെ, കലക്കി. ക്ലാസ് വളരെ നന്നായിരുന്നു. ഒരു യഥാർത്ഥ അധ്യാപിക ശകുന്തള ടീച്ചറെ പോലെ ആവണം. പഠിപ്പിക്കുന്ന വിഷയത്തിനപ്പുറം വിദ്യാർത്ഥികൾക്ക് അറിവ് പകർന്നു കൊടുക്കാൻ കഴിയണം. നായകനും നായികയില്ലാതെ ഈ ലോകത്ത് ഒരു പ്രണയ ചരിത്രം ഉണ്ടായിട്ടില്ലെന്ന് ടീച്ചർ പറഞ്ഞത് കേട്ടപ്പോൾ കോരിത്തരിച്ചു പോയി. ശരി സർ. സാറേ, ഒരു മായത്തിലൊക്കെ മതിട്ടോ. നേരാവണ്ണം പഠിപ്പിച്ച് വരുന്നുള്ളൂ. അതിനിടയ്ക്ക് എങ്ങാനും ഊരിപ്പോയാ തീർന്ന് എന്റെ പണിക്കരേ. ഒന്ന് പോടാ. അടിയാധാരവും മൂലാധാരവും ക്ലാപ്പും ഒക്കെ കറക്റ്റാ. പക്ഷേ ശേഖരൻ നായരുടെ പേരിലാണല്ലോ ആധാരം. അതിന് ഞങ്ങള് തന്നെയല്ലേ പരമോശന അവകാശികള്. അതെ, രാവണന്റെ അശോകവനത്തില് 11.5 മാസമാ സീത കഴിഞ്ഞത്. പക്ഷെ ഒരു നാൾ യഥാർത്ഥ അവകാശി വന്നപ്പോ പോയില്ലേ. കഷ്ടം. അതുപോലെ എന്റെ ഈ ഓടക്കപ്പുറത്ത് നാളെ ഒരുത്തം വന്ന് ചോദിച്ചോലാ, നീ എണ്ണി തരുവോ എന്റെ കായ്? അത്യാവശ്യമായിട്ടാ പരമോശനെ, മോളുടെ പഠിപ്പിന് വേണ്ടിയിട്ടാ. എന്താണ് ഇതിന്റെ പഠിപ്പ്? BSc മാത്സ്. ഈ പെണ്ണ് നല്ല കാലത്ത് പഠിച്ച് ഈ തണ്ടും തൊടിയും കേടാക്കാതെ വല്ലവനെയും കേട്ടി 4 പിള്ളേരെ പറ്റി വീട്ടിൽ കിടന്നൂടെ എനിക്ക്? നേരെ ഒരു ടീ വലിയ മോശമായി നാടൊക്കെ. ഞാൻ എന്റെ വണ്ടി കൊണ്ടാക്കാം. വരുന്നുണ്ടോ?
കുഞ്ചേ അതൊക്കെ ഇങ്ങ് എടുക്കും. അമ്മ ഞാൻ പോവോ? എന്റെ കൂര വിളഞ്ഞ നല്ല ഒന്നാം തരം തേൻ വരിക്കുക. നല്ല നാടൻ ശർക്കരയും ചീമ നെയ്യും കൂടെ ഇങ്ങനെ ചേർത്ത് വാട്ടി വരട്ടിയെടുത്ത് എൻ്റെ മോളുടെ ഈ നെയ്ക്കുമ്പളം പോലത്തെ ശരീരമൊക്കെ ഞാൻ താണ് നല്ല കോല് പോലെ ഇരിക്കും. ഇല്ലയോടി? അതിൽ 2 മുരിങ്ങാക്കോൽ ഇട്ടാൽ ഉഷാറായി. പുറത്തേക്ക് കൂടാ. സാഹചര്യ ഇതൊക്കെ എടുത്ത് അകത്ത് നിന്റെ അടുക്കളയെ കൊണ്ടുപോയി. അമ്മയുടെയും മോളുടെയും വാട്ടപ്പട്ടണ ഇന്നത്തോടെ പരമോശം തീർക്കും. ഞങ്ങള് പട്ടിണിയിലാണെന്ന് പരമാശാനോട് ആരാ പറഞ്ഞേ? സാഹചര്യ ഭർത്താവില്ലാത്തതിന്റെ ഒരു ചടപ്പൊക്കെ മേത്തുണ്ടല്ലോ അടി. എന്റെ കണ്ണിന്റെ താഴത്തെ കറുപ്പൊക്കെ ഒന്ന് മാറ്റി എടുക്കണ്ടേ? അതെ, കുറച്ചു നാളായി ഒരു പൂതി, ഒരു സംബന്ധം കഴിച്ചാലോ ഒന്ന്. അതിന് പരമാശാനോട് ആരാ പറഞ്ഞത്? ഞാൻ ഇവിടെ പുര നിറഞ്ഞു നിക്കാന്ന്. തെണ്ടി തിന്നാൻ പാങ്ങില്ലാതെ അന്ന് രാത്രി എന്റെ മുറ്റത്ത് അമ്മയും മോളും കൂടെ ആധാരത്തിന്റെ പകർപ്പായിട്ട് വന്ന് കൈയുറച്ചു നിന്നില്ലേ? അന്ന് എനിക്ക് തോന്നി ഈ അടുക്കളയിലെ പുക എരിയണമെങ്കിൽ പരമൂന്റെ പത്തായത്തിലെ നെല്ല് സാവിത്രിയുടെ അടിക്കൽ വരണമെന്ന് എനിക്കറിയാം. നീട്ടിപ്പരത്തണില്ല, നിനക്കല്ല, നിന്റെ അമ്മക്ക് സംബന്ധം ആലോചിച്ചാ ഞാൻ ഇപ്പൊ വന്നിരിക്കുന്നത്. നിന്റെ മോക്കുള്ള പുടവ അങ്ങ് കാറിലിരിപ്പുണ്ട്. ഞാൻ ഇതിങ്ങ് എടുക്കട്ടാ? അതാ നിങ്ങളെല്ലാം കൂടെ തീരുമാനിച്ച് എന്നെ അറിയിക്കുവോ? എണീക്കട എന്റെ വീട്ടിൽ നിന്ന്. ഞങ്ങള് പാവപ്പെട്ട 2 സ്ത്രീകളെ ഇവിടെ താമസിക്കുന്നുള്ളൂ. നാക്കിന് എല്ലില്ലെന്ന് കരുതി തനിക്ക് എന്തും വിളിച്ച് പറയാന്നാണോ? നിന്റെ കൊഴുപ്പ് കൂടി നിന്റെ കേട് തീർക്കാൻ മേല നീ മുറ്റത്ത് കാലുകുത്തിയാലുണ്ടല്ലോ, അടിച്ച് തന്റെ അണപ്പള്ളി ഞാൻ തീർപ്പിക്കും. മനസ്സിലായോടാ? എടുത്തോണ്ട് പോണോ തന്നെ ചക്കയെ മാങ്ങയും? പാരമൂത് എത്ര കണ്ടതാ? 7 ഇഞ്ച് നീളമുള്ള എന്റെ കാൽപാദത്തിന്റെ അടിയില് തള്ളയും മോള് ഒരു നാൾ വന്ന് ഇരന്നില്ലെങ്കിൽ എന്റെ പേര് നിന്റെ പേറെ പാട്ട് കിട്ടോ? ഒരു വെടിയും വേണ്ട, ആഴത്തിലും കളിച്ചോ. എങ്ങനെയുണ്ട്? കൈലാസിരിക്കുന്ന ഫീലില്ലേ? ഇതാണ് ശിവമൂലി. ടീച്ചർ എന്താടാ നിന്റെയൊക്കെ കയ്യിൽ എന്താന്ന് കാണിക്കാൻ? ഒന്നുമില്ല ടീച്ചറെ. ടീച്ചർ എന്താ ഒരുമാതിരി സംശയിക്കുന്ന? ഒന്നുമില്ല. ഇതെല്ലാം നാടൻ കഞ്ചാവാണ്. ടീച്ചർ ഒന്ന് ട്രൈ. നീ നിന്റെ വീട്ടിലെ തള്ളിയോട് ഇത് തന്നെയാണോ പറയണേ? ഒഴിച്ച് ടീച്ചറെ, ഇതൊക്കെ വീട്ടിൽ പോയി കളിച്ചാൽ മതി. ആ ടീച്ചറെ, സാറ് കളി ഇവിടെ ഞങ്ങൾ എടുത്തോണ്ട, അതാണ് ക്ലാസ്സിനുള്ളിൽ. അല്ലേ ആ വാ, പ്രശ്നാവൂ. ടീച്ചറെ, ആ പിള്ളേര് വീണ്ടും അലമ്പുണ്ടാക്കിയല്ലേ? പ്രശ്നം വരണമെങ്കിൽ ഞാൻ ഉണ്ട്. നിക്കടാ, എന്താടാ നീ ടീച്ചറോട് കാട്ടിയത്? ഞങ്ങളെന്ത് കാട്ടാനാ? ആദ്യം കൊടോണ്ട് അടിക്കാൻ ശ്രമിച്ചു, ഞാനത് കൈയോടെ ഇങ്ങ് വാങ്ങിച്ചു. താറുതല പറയുന്നതാണോ നായ? ചെറുപ്രായത്തിൽ കഞ്ചാവ് വെച്ചിടാൻ അധ്യാപകരെത്തെല്ലാം നടക്കുന്നു. ടീച്ചറെ കണ്ട് മാപ്പ് പറയാതെ നീ ഒന്നും ക്ലാസ്സിലല്ല, ഈ ട്യൂട്ടോറിയൽ മുറ്റത്ത് കാലുകുത്തില്ല. ഓടാ.
ആ സാറേ, SSLC റീ എക്സാമിന്റെ ഫീസ് ട്രഷറിയിൽ അടച്ചിട്ട് വരിക. ഈ പിള്ളേരൊക്കെ എവിടെ? ഒന്നും പറയണ്ട സാർ. ആ മുരളി ശകുന്തള ടീച്ചറോട് മിസ്ബിഹേവിയർ, അതോടെ ക്ലാസ് അലമ്പായി. ശശി സാർ ഇടപെട്ട് പിള്ളേരോട് വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. സാറേ, ആ മുരളിക്കെതിരെ ആക്ഷൻ എടുക്കണം സാറേ.